സ്വാഗതം. രാശിഫലത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക്. ആദ്യ ഭാഗത്തിൽ മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ ഫലങ്ങൾ നമ്മൾ കണ്ടു. ഇനി പറയാൻ പോകുന്ന തുലാം, വൃശ്ചികം, ധനു രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചില അപ്രതീക്ഷിത അവസരങ്ങളും ചില നിർണായക മുന്നറിയിപ്പുകളും നൽകുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് അവസാനത്തിൽ പറയുന്ന വഴിപാടും മന്ത്രവും ശ്രദ്ധിക്കുക. തുലാം രാശിക്കാർക്ക് ഇന്ന് സന്തുലിതമായ സമീപനമാണ് ഏറ്റവും വലിയ കരുത്ത്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഇന്ന് വന്നേക്കാം. ആത്മവിശ്വാസത്തോടെ പ്രവർത്തിച്ചാൽ മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടാൻ ഇന്ന് സാധിക്കും. ബിസിനസ്സിൽ പുതിയ കരാറുകൾ ആലോചിക്കുന്നവർ എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം പരിശോധിക്കുക. സാമ്പത്തികമായി വരുമാനം സ്ഥിരതയോടെ മുന്നോട്ട് പോകും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കിയാൽ ഭാവിയിലേക്ക് നല്ലൊരു സമ്പാദ്യം ഒരുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കും. ദാമ്പത്തിക ജീവിതത്തിൽ പരസ്പര വിശ്വാസം ഇന്ന് കൂടുതൽ ശക്തമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിക്കുകയും മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസം ലഭിക്കുകയും ഇന്ന് ചെയ്യും. ആരോഗ്യത്തിൽ ഉറക്കക്കുറവ് ഒഴിവാക്കാൻ ഇന്ന് ശ്രദ്ധിക്കുക. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് നെയ്ത്തിരി തെളിയിക്കുന്നതോ ഇന്ന് ശുഭഫലം നൽകും. അടുത്തത് വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് ആത്മവിശ്വാസവും ധൈര്യവും കൂടുതൽ പ്രകടമാകാൻ കഴിയുന്ന ദിവസമാണ്. ഏറെ നാളായി ആലോചിച്ചിരുന്ന ഒരു കാര്യത്തിൽ മുന്നോട്ടു പോകാൻ ഇന്ന് അനുകൂല സാഹചര്യം ലഭിക്കാം. ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ ഇന്ന് ലഭിക്കും. ബിസിനസ്സിൽ പുതിയ അവസരങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. ധനകാര്യത്തിൽ നല്ല പുരോഗതി കാണാൻ ഇന്ന് സാധിക്കും. എന്നാൽ വികാരാധീനയായി വലിയ ചെലവുകൾ നടത്താതെ ഇരിക്കുക. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് ഉണ്ടാകാം. ശാന്തമായ സമീപനം സ്വീകരിച്ചാൽ അത് വേഗത്തിൽ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾ സ്ഥിരമായ പഠനത്തിലൂടെ ഇന്ന് മികച്ച നേട്ടം കൈവരിക്കും. ആരോഗ്യത്തിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിശ്രമത്തിനും പ്രാർത്ഥനയ്ക്കും ഇന്ന് സമയം കണ്ടെത്തുക. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും ഓം ശരവണ ഭവ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് ധനുരാശിക്കാർക്ക് ഇന്ന് ഭാഗ്യം പല കാര്യങ്ങളിലും അനുകൂലമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. പുതിയ പദ്ധതികൾ ആരംഭിക്കാനും യാത്രകൾ ആസൂത്രണം ചെയ്യാനും ഇന്ന് നല്ല ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ അവസരങ്ങൾക്കോ ഇന്ന് അനുകൂല സൂചനകൾ ലഭിക്കാം. ബിസിനസ്സിൽ ദീർഘകാല നേട്ടം നൽകുന്ന തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ന് നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി വരുമാനം ഇന്ന് മെച്ചപ്പെടും. പഴയ കുടിശ്ശികകൾ ലഭിക്കാനോ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനോ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്ത ഇന്ന് കേൾക്കാം. വിദ്യാർത്ഥികൾക്ക് അധ്യാപകരുടെ പിന്തുണ ഇന്ന് ലഭിക്കും. ആരോഗ്യത്തിൽ ഭക്ഷണക്രമവും വിശ്രമവും ശ്രദ്ധിച്ചാൽ ഇന്ന് കൂടുതൽ ഉന്മേഷം കാണും. ദക്ഷിണാമൂർത്തിയെയോ ശ്രീ ഗുരുവായൂരപ്പനെയോ ഭക്തിയോടെ പ്രാർത്ഥിക്കുക എന്നത് ഇന്ന് ശുഭഫലം നൽകും. അടുത്തത് മകരം രാശിക്കാർക്ക് ഇന്ന് ക്ഷമയും കഠിനാധ്വാനവും മികച്ച ഫലം നൽകുന്ന ദിവസമാണ്. ജോലിസ്ഥലത്ത് നിങ്ങൾ ഏറെ നാളായി നടത്തിയ പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം നേടാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഇന്ന് അവസരം ലഭിക്കും. ബിസിനസ് രംഗത്തുള്ളവർക്ക് പുതിയ കരാറുകളും സാമ്പത്തിക പുരോഗതിയും ഇന്ന് പ്രതീക്ഷിക്കാം. ധനകാര്യത്തിൽ സ്ഥിരത അനുഭവപ്പെടും. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനോ പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനോ സാധ്യത കാണുന്നു. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഇന്ന് നിലനിൽക്കും. മുതിർന്നവരുടെ അനുഗ്രഹം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യത്തിൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. ശനീശ്വര ഭഗവാനെ എള്ളെണ്ണ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് ഇന്ന് ശുഭഫലം നൽകുന്നു. അടുത്തത് കുംഭം രാശി.
കുംഭം രാശിക്കാർക്ക് ഇന്ന് പുതിയ ആശയങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും അനുകൂലമായ ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രൊജക്റ്റുകളിലോ ഉത്തരവാദിത്തങ്ങളിലോ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ ഭാവിയിൽ നേട്ടമാകാൻ സാധ്യത കാണുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി കാണാം. വലിയ നിക്ഷേപങ്ങൾ ആലോചിച്ച് മാത്രം നടത്തുക. കുടുംബത്തിൽ പരസ്പര സഹകരണവും സന്തോഷവും വർദ്ധിക്കുന്നതായും കാണുന്നു. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ആത്മവിശ്വാസം ലഭിക്കും. ആരോഗ്യത്തിൽ വ്യായാമത്തിനും ശരിയായ ഭക്ഷണക്രമത്തിനും പ്രാധാന്യം നൽകുക. മഹാവിഷ്ണുവിനെ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകുന്നതായും കാണുന്നു. അടുത്തത് മീനം രാശി. മീനം രാശിക്കാർക്ക് ഇന്ന് ആത്മീയമായ ഉണർവും മനസ്സമാധാനവും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നു. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്ക് അംഗീകാരം ഇന്ന് ലഭിക്കും. പുതിയ അവസരങ്ങൾ മുന്നിൽ വന്നാൽ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കുക. ബിസിനസ്സിൽ പതുക്കെയെങ്കിലും ഉറച്ച മുന്നേറ്റം കാണാം. ധനകാര്യത്തിൽ നിയന്ത്രിതമായ സമീപനം സ്വീകരിച്ചാൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരും. കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും. ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാൻ അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച ഏകാഗ്രത ലഭിക്കും. ആരോഗ്യത്തിൽ മതിയായ വിശ്രമവും പോഷകാഹാരവും ഇന്ന് ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണനെയോ ഗുരുവായൂരപ്പനെയോ ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് ഇന്ന് ശുഭഫലം നൽകും. ഇനി ഇന്നത്തെ എല്ലാ രാശിക്കാർക്കുമുള്ള പൊതുവഴിപാട്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അടുത്തുള്ള ക്ഷേത്രത്തിൽ ദൈവം തെളിയിച്ച് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും മനഃശാന്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ ചെറിയൊരു അന്നദാനമോ പക്ഷികൾക്ക് ധാന്യം നൽകുന്നതോ പുണ്യകരമായ പ്രവർത്തനമായി കണക്കാക്കാം. ഇന്നത്തെ മന്ത്രം ഓം നമോ നാരായണായ എന്ന മന്ത്രം 21 പ്രാവശ്യം ഭക്തിയോടെ ജപിക്കുക. ഭാഗ്യനിറം മഞ്ഞ. ഭാഗ്യസംഖ്യ 7. ഓഗസ്റ്റ് 3 രാശിഫലം ഇതായിരുന്നു. ഈ ഫലങ്ങൾ പൊതുവായ ജ്യോതിഷ സൂചനകളാണ്. വ്യക്തിഗത അനുഭവങ്ങൾ വ്യത്യാസപ്പെടാം. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ രാശിയും നക്ഷത്രവും കമൻറ്റിൽ രേഖപ്പെടുത്തൂ. ഇത്തരത്തിലുള്ള ദിവസേനയുള്ള രാശിഫലങ്ങളും നക്ഷത്രഫലങ്ങളും ലഭിക്കാൻ ജ്യോതിർവാണി ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. എല്ലാവർക്കും ദൈവാനുഗ്രഹവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. നമസ്കാരം.